ഇതിലെവിടെയെങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഇതിലെവിടെയെങ്കിലും പിണറായി വിജയനോ വീണയോ പ്രതിയായിട്ടുള്ള ഒരു കേസ് ഉണ്ടോ? ഒരു FIR ഉണ്ടോ? അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും EDയുടെ മുമ്പിലുണ്ടോ? അത് വിശദമാക്കാതെ അതിലേക്ക് പോകാതെയാണ് റെയ്ഡ് നടന്നത്. അപ്പോഴാണ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരായി ഡിവിഷൻ ബെഞ്ചിലേക്ക് CMRL പോയത്. ഇപ്പോൾ CMRL ഡിവിഷൻ ബെഞ്ചിന് പോയ സമയത്ത് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അന്വേഷിക്കാം. അതിലെന്താ തകരാറ്? അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അതിന് ഞങ്ങളാരെങ്കിലും ഇതുവരെ എവിടെയെങ്കിലും എതിരായി നിന്നിട്ടുണ്ടോ? ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ CMRL കൊടുത്ത അപ്പീലിൻ്റെ ഭാഗമായി അവർക്ക് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് കൊടുത്തു. കാരണം ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി ഞങ്ങൾക്കിതിൽ പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഡിസ്പോസ് ചെയ്തു. ആ കേസിലാണ് ഈ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതെവിടത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്? ഇത് കള്ളപ്പണം വെളുപ്പിച്ചതാണ്, ഇല്ലേ? കള്ളപ്പണം വെളുപ്പിച്ചതാണ്. കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും രേഖയുണ്ടെങ്കിൽ ആ കള്ളപ്പണം വെളുപ്പിച്ചവരെ ശിക്ഷിക്കുന്നതിന് ഒരു തടസ്സവും ഞങ്ങൾക്കാർക്കുമില്ല. CPM-നുമില്ല, പിണറായി വിജയനുമില്ല, ഒരാൾക്കുമില്ല. അത് തെളിയിക്കട്ടെ. അത് തെളിയിച്ച് ഈ സമൂഹത്തോട് പറയട്ടെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ കൊളനാടൻ രംഗത്തില്ലല്ലോ, അദ്ദേഹം മാറിയല്ലോ.